മലയാളത്തിലെ നിലവിലെ റെക്കോർഡുകൾ തകർക്കാൻ കെൽപ്പുള്ള സിനിമയാണ് മോഹൻലാൽ നായകനായി എത്തുന്ന എമ്പുരാൻ. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ ചിത്രം ആദ്യ ഭാഗം ഇറങ്ങി 6 വർഷത്തിന് ശേഷമാണ് തിയേറ്ററിലെത്തുന്നത്. സിനിമയുടെ ചിത്രീകരണ സമയത്ത് നേരിട്ട പ്രതിസന്ധികളെക്കുറിച്ച് ചിത്രത്തിന്റെ സംവിധായകനും നടനുമായ പൃഥ്വിരാജ് ടീസർ ലോഞ്ച് ചടങ്ങിൽ സംസാരിച്ചു. എമ്പുരാന്റെ ക്ലൈമാക്സ് ചിത്രീകരണം ഗുജറാത്തിൽ നടന്നിരുന്ന സമയത്ത് കാലാവസ്ഥ മോശമായതിനാൽ ആഴ്ചകളോളം ചിത്രം മുടങ്ങിയെന്നും തിരക്കുകളായിട്ടും സമയമില്ലാഞ്ഞിട്ടും മോഹൻലാൽ ക്ഷമയോടെ ചിത്രീകരണത്തിനായി കാത്തിരുന്നതിനെക്കുറിച്ചും ചടങ്ങിൽ പൃഥ്വിരാജ് സംസാരിച്ചു. നല്ല തിരക്കുള്ള സമയത്താണ് ഞാൻ ലാൽ സാറിനെ ഗുജറാത്ത് ഷെഡ്യൂളിൽ ഷൂട്ടിങ്ങിന് കൊണ്ടുപോകുന്നത്. ക്ലൈമാക്സ് സീനുകൾ എടുക്കാൻ വേണ്ടിയായിരുന്നു അത്. ആഴ്ചകൾ ലാൽ സാർ ഷൂട്ടിംഗ് ഇല്ലാതെ അവിടെ ഇരുന്നു. എന്നും രാവിലെ ഒരു 11:30-12 മണിയാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇന്ന് ഷൂട്ടിംഗ് നടക്കില്ലെന്ന്. കാരണം ഭയങ്കര മഴയായിരിക്കും. ഇത് പറയാൻ ഞാൻ ലാൽ സാറിൻ്റെ റൂമിലേക്ക് ചെല്ലും. "സാർ, ഇന്നും ഷൂട്ടിംഗ് നടക്കില്ല, വർക്ക് ഉണ്ടാവില്ല" എന്ന് പറയും. അപ്പോൾ ലാൽ സാർ പറയുന്നത്, "മോനെ, അത് കുഴപ്പമില്ല, മോൻ അത് നന്നായിട്ട് എടുത്താൽ മതി" എന്നാണ്. ഞാൻ അതൊന്നും ഒരിക്കലും മറക്കില്ല. ഒരു സംവിധായകൻ എന്ന നിലയിൽ എനിക്ക് അതൊക്കെ നല്ല ഓർമ്മകളാണ്. അതുപോലെ ഒരു നടൻ എന്ന രീതിയിലുള്ള ഒരു പാഠവും പൃഥ്വിരാജ് പറയുന്നു. ലൂസിഫറിന്റെ വൻ വിജയത്തിന് പിന്നാലെ 2019 പ്രഖ്യാപിച്ച സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ച 2023 ഒക്ടോബറിലായിരുന്നു. 20ഓളം വിദേശ രാജ്യങ്ങളിലാണ് സിനിമ ചിത്രീകരിച്ചതെന്നാണ് വിവരം. ലൈക്ര പ്രൊഡക്ഷൻസും ആശീർവാദ് സിനിമാസും ചേർന്നാണ് എമ്പുരാൻ നിർമ്മിച്ചത്. 2025 മാർച്ച് 20-ന് ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എമ്പുരാൻ എത്തും. എമ്പുരാൻ ലൂസിഫറിന്റെ പ്രീക്വലും സീക്വലും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന അബ്രഹാം ഖുറേഷിയുടെ പഴയ ജീവിതവും പുതിയ കാലഘട്ടവും ചിത്രത്തിൽ കാണിച്ചു തരുമെന്നും വാർത്തകളുണ്ട്. ആദ്യ ഭാഗത്തിലെ അഭിനേതാക്കളായ മഞ്ജു വാര്യർ, ടൊവിനോ തോമസ്, സാനിയ അയ്യപ്പൻ, സായ് കുമാർ, ഇന്ദ്രിത് സുകുമാരൻ, ബൈജു എന്നിവർക്കൊപ്പം സുരാജ് വെഞ്ഞാറമൂട്, ഷൈൻ ടോം ചാക്കോ, ഷറഫുദ്ദീൻ, അർജുൻ ദാസ് എന്നീ പുതിയ താരങ്ങളും ചിത്രത്തിലുണ്ട്.